നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഒന്നിച്ച യാത്രയായിരുന്നു ഇന്നലെ കണ്ടത്. സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാം ഇനി 5 പേരിലൂടെ ജീവിക്കും. 10 മാസമുള്ള മകളുടെ അവയവങ്ങൾ എറണാകുളം അമൃത ആശുപത്രിയിൽ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിൻ ആൻഡ് ജോണുമാണ് ദാനം ചെയ്തത്. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്ര പടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് കരൾ നൽകുന്നത്. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അത്. തീവ്ര ദുഃഖത്തിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാതാപിതാക്കൾ എടുത്ത തീരുമാനത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു. ഫെബ്രുവരി 5-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് 2:30 കൂടിയാണ് റോഡ് അപകടത്തെ തുടർന്ന് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള മകൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് MC റോഡ് വഴി കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പള്ളം ബ്രോർമ കവല ജംഗ്ഷന് സമീപം എതിർദിശയിൽ നിന്ന് വന്ന കാറ് വാഹനത്തിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിക്കുകയായിരുന്നു. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ അമ്മയ്ക്കും മാതാവിന്റെ മാതാപിതാക്കൾക്കും സാരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. അപകടം നടന്ന ഉടൻ തന്നെ കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രികളിലേക്ക്, പിന്നീട് ഫെബ്രുവരി 7-ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു. ഫെബ്രുവരി 13-ന് കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയും കുട്ടിയുടെ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം നൽകുകയും ചെയ്യുകയായിരുന്നു. കുട്ടിയുടെ 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകും. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും 2 നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലേക്കുമാണ് നൽകിയത്. എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ് എന്നിവ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ശ്രീചിത്രയിലേക്കും കൊണ്ടുവരുന്നു. KS ഓട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവദാനത്തിന്റെ ഏകോപനം നടന്നത്. ആഭ്യന്തര വകുപ്പിന്റെ സഹകരണവും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10:30 കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ചു. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കിംസ് ആശുപത്രിയിൽ കരൾ മാറ്റിവെച്ചത്. വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വയസ്സുള്ള കുട്ടിക്കാണ് ദാനം ചെയ്തത്. ഈ ശസ്ത്രക്രിയയും നടന്നു. ഹൃദയവാൽവ് ശ്രീചിത്ര ആശുപത്രിയിലും നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 7:13-ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് 3.5 മണിക്കൂറിൽ താഴെ മാത്രം സമയമെടുത്ത് MC റോഡ് വഴി തിരുവനന്തപുരത്ത് എത്തി. ഫെബ്രുവരി 5-ന് കോട്ടയത്തുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലിൻ ഷെറിൻ ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടുകൂടിയാണ് മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധ അറിയിക്കുന്നുണ്ടായിരുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലിന്റെ മൃതദേഹം മല്ലപ്പള്ളിയിൽ എത്തിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30-ന് നെടുങ്ങാട്ടുപള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ നടക്കും. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. ആലിൻ ഷെറിൻ എബ്രഹാം ഇനി 5 കുരുന്നുകളിലൂടെയാണ് ജീവിക്കുന്നത്. 3 മണിക്കൂർ എടുത്താണ് എറണാകുളത്ത് നിന്നും ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട ആംബുലൻസിന് ട്രാഫിക് നിയന്ത്രിച്ച ഗ്രീൻ കോറിഡോർ ഒരുക്കി പെട്ടെന്ന് കടന്നുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു. കോട്ടയത്ത് ആലിന്റെ ജീവനെടുത്ത അപകടം നടന്ന പള്ളം എന്ന സ്ഥലം വഴിയാണ് കുഞ്ഞിന്റെ അവയവവും കൊണ്ടുള്ള ആംബുലൻസ് കടന്നുപോയത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാമിന് ഒരു റോഡ് അപകടത്തെ തുടർന്നാണ് ഗുരുതരമായി പരിക്കേറ്റത്. മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിന്റെ മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചത്. ആശുപത്രി അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കുഞ്ഞിനെ വിട നൽകിയത്. ആലിൻ ഇനി ഇല്ലെങ്കിലും കുഞ്ഞിന്റെ ജീവൻ മറ്റു കുരുന്നുകൾക്ക് ജീവൻ നൽകിയതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ റജി സാമുവൽ പറഞ്ഞു. ഈശ്വരന് നന്ദി. യാത്രാ മധ്യ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇവിടെ എത്താനായല്ലോ. പോലീസും ജനങ്ങളും നന്നായി സഹായിച്ചതുകൊണ്ടാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താനായത്. 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുരുന്നിന്റെ അവയവങ്ങളുമായി യാത്ര തിരിച്ച ആംബുലൻസിന്റെ ഡ്രൈവറായ മാള സ്വദേശി ജെയ്നീഷാണ് ഇക്കാര്യം പറഞ്ഞത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്ന് 7:13-നാണ് ആംബുലൻസ് പുറപ്പെട്ടത്. കോട്ടയം വഴി MC റോഡിലൂടെയായിരുന്നു പ്രയാണം. ഈശ്വരന് നന്ദി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും സഹകരിച്ച് ഒത്തൊരുമയോടുകൂടി നിന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. വഴിയിൽ പോലീസ് വഴിയൊരുക്കിയിരുന്നു. മാധ്യമങ്ങളിലൂടെ വാർത്ത പ്രചരിച്ചതോടുകൂടി ജനങ്ങൾ സഹകരിച്ചു. ആദ്യം കിംസിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പിന്നീട് ശ്രീചിത്രയിലും അവയവങ്ങൾ എത്തിച്ചു. അവസാന ലക്ഷ്യസ്ഥാനമായ ശ്രീചിത്രയിൽ എത്തിയപ്പോൾ യാത്ര കൃത്യം 3 മണിക്കൂർ 27 മിനിറ്റാണ് പിന്നിട്ടത്.
213 കിലോമീറ്റർ ദൂരം പിന്നിട്ടാണ് സാധാരണഗതിയിൽ 5.5 മണിക്കൂറെങ്കിലും എടുക്കും. ഇടയ്ക്കെല്ലാം ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാറുണ്ടെന്ന് ജെയ്നീഷ് പറയുന്നു. മനസ്സിൽ പ്രാർത്ഥനയാണ്. അവയവങ്ങൾ സ്വീകരിക്കുന്ന കുട്ടിക്ക് നന്മ വരണേ എന്നാണ് പ്രാർത്ഥന. ജെയ്നീഷിനൊപ്പം കോ ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി ശരത്തും ഇക്കാര്യമാണ് പറഞ്ഞത്. ആലിന്റെ കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ്. എന്തായാലും ഇപ്പോൾ ആലിൻ നമ്മെ വിട്ട് പിരിഞ്ഞ മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊരു പുതുജീവൻ അത് തുടിച്ചു തുടങ്ങി. ആലിന്റെ വൃക്കകൾ, അതുപോലെ തന്നെ കരൾ, ഇവയെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഏറെ പ്രാർത്ഥനയോടുകൂടി ഹൃദയവാൽവ് സ്വീകരിക്കുന്നയാളിനെ പിന്നീട് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും ഹൃദയവാൽവ് അപ്പോഴും സൂക്ഷിക്കും. അതുപോലെ തന്നെ കണ്ണിൻ്റെ പടലങ്ങൾ അവയും സൂക്ഷിക്കും. അതിന് കൃത്യമായ ആൾ വന്ന ശേഷം മാത്രമേ നമുക്ക് അത് നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അലിൻ ഷെറിൻ എബ്രഹാം 10 മാസം പ്രായമുള്ള ഈ കുഞ്ഞു മാലാഖ ഈ ലോകം വിട്ടുപോയെങ്കിലും നിരവധി കുഞ്ഞുങ്ങളിൽ പുതുജീവനായി തുടിക്കും. മാതാപിതാക്കളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ വാഹന അപകടത്തിൽപ്പെട്ട് ദിവസങ്ങളോളം ചികിത്സയിലായിരുന്ന ആലിൻ പിന്നീട് ഉണർന്നതേയില്ല. എല്ലാവരെയും വേദനയിലാഴ്ത്തി ആ കുരുന്ന് കടന്നുപോയി. പ്രിയപ്പെട്ടവൾ എന്നേക്കുമായി വേർപിരിഞ്ഞതിൻ്റെ തീരാ നൊമ്പരത്തിനിടയിലും അവയവദാനം എന്ന മഹാദാനത്തിലേക്ക് കടക്കാൻ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ചരിത്രം കുറിക്കുകയാണ്.